എല്ലാവർക്കും ബലിപ്പെരുന്നാളിൻ്റെ ആശംസകൾ നേരുന്നു. ഷാർജയിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളിയാണ് ഷാർജ ഗ്രാൻഡ് മോസ്ക്. 2014 നിർമ്മാണം ആരംഭിച്ച് 2019 മെയ് 10 ഷാർജ ഭരണാധികാരിയായ ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസ്മി ഇത് ഉദ്ഘാടനം ചെയ്തു. ഏകദേശം 30 കോടി ദിർഹം ചെലവിൽ 20 ലക്ഷത്തോളം ചതുരശ്ര അടി വിസ്തൃതിയിലാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. അൽത്തായ് ഏരിയയിൽ എമിറേറ്റ്സ് റോഡിനും അതായത് E611 മലിഹ റോഡിനും അതായത് E88 റോഡിലും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഷാർജയിൽ നിന്ന് പബ്ലിക് ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് ലൈൻ നമ്പർ 14 ഉപയോഗിച്ചും ടാക്സിയിൽ ദുബായിൽ നിന്നോ ഷാർജ സിറ്റിയിൽ നിന്നോ വരുന്നവർക്ക് E88 മലിഹ റോഡ് വഴി കാറിലോ ടാക്സിയിലോ നേരിട്ട് അൽത്തായിലേക്ക് പോകാം. റോഡ് അരികിലെയും പള്ളിയുടെ ബാഹ്യഭാഗത്തെയും ദീപാലങ്കാരങ്ങൾ കിലോമീറ്ററോളം നീളത്തിൽ സഞ്ചാരികൾക്ക് മനോഹരമായ കാഴ്ചയൊരുക്കുന്നു. ഷാർജ ഗ്രാൻഡ് മോസ്കിൽ സന്ദർശകർക്കായി വിശാലവും ആകർഷണവുമായ പ്രവേശന കവാടങ്ങളാണ് ഉള്ളത്. ഇവയിൽ പ്രധാനപ്പെട്ട ഗേറ്റുകളിലൂടെ പ്രവേശിക്കുമ്പോൾ തന്നെ പള്ളിയുടെ പരമ്പരാഗത ഇസ്ലാമിക ശില്പകലയും മനോഹരമായ പൂന്തോട്ടങ്ങളും കാണാൻ സാധിക്കും. പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഈ കവാടങ്ങൾ പ്രാർത്ഥനയ്ക്കെത്തുന്ന വിശ്വാസികൾക്കും ഇസ്ലാമിക സംസ്കാരം അറിയാനെത്തുന്ന വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ പ്രയോജനപ്രദമാണ്. 2260 വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യാവുന്ന അതിവിശാലമായ പാർക്കിംഗാണ് ഇവിടെയുള്ളത്. വലിയ ബസ്സുകൾക്കും സ്വകാര്യ വാഹനങ്ങൾക്കും പ്രത്യേകം പാർക്കിംഗ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരേ സമയം 25,000 പേർക്ക് ഇവിടെ പ്രാർത്ഥന നടത്താൻ സാധിക്കും. ഇതിൽ 5,000 പേർക്ക് പ്രധാന പ്രാർത്ഥനാ ഹാളിലും ബാക്കിയുള്ളവർക്ക് പുറത്തെ തുറസായ സ്ഥലങ്ങളിലും മറ്റ് ഹാളുകളിലുമായി നമസ്കരിക്കാം. തുർക്കിയിലെ ഇസ്താംബൂളിലുള്ള സുൽത്താൻ അഹമ്മദ് പള്ളിയോട് സാമ്യമുള്ള ഒട്ടേമ്യൻ ശൈലിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. മനോഹരമായ താഴികക്കുടങ്ങളും ആധുനിക സൗകര്യങ്ങളും ഇതിൻ്റെ പ്രത്യേകതയാണ്. വലിയ വെളുത്ത മാർബിൾ തൂണുകളും മനോഹരമായ കമാനങ്ങളും പള്ളിയുടെ പ്രൗഢി വർദ്ധിപ്പിക്കുന്നു. പള്ളിയുടെ അകത്തളങ്ങളും പുറത്തെ ഇടനാഴികളും താങ്ങി നിർത്തുന്ന നിരവധി മനോഹരമായ തൂണുകൾ ഇവിടെയുണ്ട്. ഇവ ഇസ്ലാമിക വാസ്തുവിദ്യയുടെ തനിമ ഉൾക്കൊണ്ട് അതിസൂക്ഷ്മമായ കൊത്തുപണികളാൽ അലങ്കരിച്ചിരിക്കുന്നു. ഇവിടെ വിരിച്ചിരിക്കുന്ന ഈ പരവതാനികൾ നമസ്കരിക്കാനെത്തുന്ന വിശ്വാസികൾക്ക് മികച്ച സൗകര്യങ്ങൾ നൽകുന്നു. കൂടാതെ നമസ്കാര നിരകൾ കൃത്യമായി പാലിക്കുന്നതിന് കാർപ്പറ്റിൽ പ്രത്യേക അടയാളങ്ങളും വരകളും നെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരേ സമയം 25,000 പേർക്കാണ് പ്രാർത്ഥന നടത്താൻ സൗകര്യമുള്ളത്. ഇത്രയും വലിയ ജനക്കൂട്ടത്തെ ഉൾക്കൊള്ളാനായി പള്ളിയുടെ പ്രവേശന കവാടത്തിൽ കൃത്യമായ ഷൂ റാക്കുകൾ സജ്ജീകരിച്ചിരിക്കുന്നു. പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ ആളുകൾ അവരുടെ പാദരക്ഷകൾ ഈ റാക്കുകളിൽ ഭംഗിയായി സൂക്ഷിക്കാൻ സൗകര്യമുണ്ട്. ഈ മോസ്കിൽ മൊത്തം 82 താഴികക്കുടങ്ങളാണുള്ളത്. വലിയ കേന്ദ്ര താഴികക്കുടത്തിന് ചുറ്റും വലിപ്പത്തിൽ അല്പം കുറഞ്ഞ 6 അർത്ത് താഴികക്കുടങ്ങളും
കൂടാതെ പള്ളിയുടെ കവാടത്തിലും പ്രധാന കെട്ടിടത്തിൻ്റെ വശങ്ങളിലുമായി നിരവധി ചെറിയ താഴികക്കുടകളും കാണാൻ സാധിക്കും. പള്ളിയുടെ തടി കൊണ്ടുള്ള വാതിലുകളും ജനലുകളും പരമ്പരാഗത കുണ്ടേഖാരി രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പശയോ ആണിയോ ഉപയോഗിക്കാതെ മരക്കഷ്ണങ്ങൾ ഒന്നോടൊന്ന് കോർത്തെടുത്ത് നിർമ്മിക്കുന്ന ഈ രീതി വാതിലുകൾക്ക് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു തനിമയും ദൃഢതയും നൽകുന്നു. മനോഹരമായ ഇസ്ലാമിക ജാമിനീയ രൂപങ്ങളും ഡിസൈനുകളും ഈ വാതിലുകളിൽ കൊത്തിവെച്ചിട്ടുണ്ട്. പ്രകൃതിദത്തമായ തടിയുടെ ഭംഗിയും അതിമനോഹരമായ കൊത്തുപണികളും ഈ വാതിലുകളെ പള്ളിയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നു. പ്രാർത്ഥനാ ഹാളിൻ്റെ മധ്യഭാഗത്തായി തൂക്കിയിട്ടിരിക്കുന്ന കൂറ്റൻ ഷാൻഡലിയർ അതിമനോഹരമാണ്. പ്രാർത്ഥനയ്ക്ക് അനുയോജ്യമായ ശാന്തമായ അന്തരീക്ഷം സൃഷ്ടിക്കാനായി പ്രകൃതിദത്ത വെളിച്ചം കടന്നു പോകുന്നതിനായി വലിയ ജനലുകളും സ്റ്റെയിൻലെസ് ഗ്ലാസുകളും ഇതിൻ്റെ പ്രത്യേകതയാണ്. പ്രധാന പ്രാർത്ഥനാ ഹാളിലെ സീലിംഗ് ഒരു വലിയ താഴികപ്പുറം പോലെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനുള്ളിൽ അതിമനോഹരമായ അറബിക് കാലിഗ്രഫിയും സ്വർണ്ണ നിറത്തിലുള്ള കൊത്തുപണികളും കാണാൻ സാധിക്കും. പ്രധാന പ്രാർത്ഥനാ ഹാളിലെ കമാനങ്ങളും ചുമരുകളും ഖുർആൻ വചനങ്ങളും മനോഹരമായ അറബിക് കാലിഗ്രാഫികളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. പള്ളിയുടെ പ്രധാന പ്രാർത്ഥനാ ഹാളിലെയും മിന്നാരങ്ങളിലെയും ശബ്ദം വ്യക്തതയോടെ കേൾക്കാൻ പ്രമുഖ ബ്രാൻഡുകളുടെ മൈക്രോഫോണുകളും ഡിജിറ്റൽ മിക്സിംഗ് സംവിധാനങ്ങളും ഉപയോഗിച്ചിരിക്കുന്നു. വലിയ കോൺഗ്രിഗേഷൻ സമയങ്ങളിൽ യാതൊരുവിധ അസ്വസ്ഥതകളോ എക്കോയോ ഇല്ലാതെ ശബ്ദം വിതരണം ചെയ്യാൻ ഇത് സഹായിക്കുന്നു. പള്ളിയിലെ ഈ പരവതാനികൾ വളരെ ഉയർന്ന ഗുണനിലവാരമുള്ള കമ്പിളി നൂലുകൾ ഉപയോഗിച്ചാണ് പ്രധാനമായും നിർമ്മിച്ചിരിക്കുന്നത്. പ്രകൃതിദത്തമായ നിറങ്ങളും മനോഹരമായ ഇസ്ലാമിക കാലിഗ്രാഫിയും ഈ പരവതാനികളുടെ പ്രത്യേകതയാണ്. ഇതിൽ മനോഹരമായ ഇസ്ലാമിക ഡിസൈനുകളും പുഷ്പരൂപങ്ങളും നെയ്ത് ചേർത്തിട്ടുണ്ട്. പള്ളിയുടെ യാർഡുകളിലും സൈഡ് ഗാലറികളിലുമായി 13,500-ലധികം പേർക്ക് ഒരേ സമയം പ്രാർത്ഥിക്കാൻ സൗകര്യമുണ്ട്. പെരുന്നാൾ ദിവസങ്ങളിലും വെള്ളിയാഴ്ചകളിലെ ജുമ നമസ്കാരം തുടങ്ങിയ തിരക്കുള്ള സമയങ്ങളിലുമാണ് ഈ ബാഹ്യ പ്രദേശങ്ങൾ പൂർണ്ണമായും ഉപയോഗിക്കുന്നത്. പുറത്തുള്ള ഈ വിശാലമായ പ്രാർത്ഥനാ സ്ഥലങ്ങൾ മനോഹരമായ പൂന്തോട്ടങ്ങൾ, ജലധാരകൾ, നടപ്പാതകൾ എന്നിവയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. വേനൽക്കാലത്തും മറ്റും സുഗമമായ പ്രാർത്ഥനയ്ക്കായി വലിയ കുടകളും നിഴൽ നൽകുന്ന സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വർഷം മുഴുവനും പള്ളിയുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നതിനായി 840-ലധികം LED ലൈറ്റിംഗ് യൂണിറ്റുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ചാന്ദ്രക്കലയുടെ മാറ്റങ്ങൾക്കനുസരിച്ച് പ്രകാശത്തിൻ്റെ തീവ്രത മാറുന്ന രീതിയിലാണ് പള്ളിയുടെ പുറം ഭാഗം ക്രമീകരിച്ചിരിക്കുന്നത്. പള്ളിയുടെ വിശാലമായ അങ്കണത്തെയും പൂന്തോട്ടങ്ങളെയും മനോഹരമാക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഇവിടെയുള്ള ജലധാരകൾ. പ്രകൃതി ഭംഗിയെയും ശാന്തമായ അന്തരീക്ഷവും പ്രദാനം ചെയ്യുന്ന ഇവ സന്ദർശകരെയും വിശ്വാസികളെയും ഒരുപോലെ ആകർഷിക്കുന്നു. വിശ്വാസികളെയും സന്ദർശകരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഈ പള്ളി ഷാർജയുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ പ്രതീകം കൂടിയാണ്.